അന്ന് പാടിയ പാട്ടുകൾ ഇപ്പോൾ കേൾക്കുമ്പോൾ അതൊക്കെ വളരെ അമച്വറായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അവിടെ ഒരു സൂര്യൻ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന കാലമാണ്. അതിൻ്റെ മുന്നിലോട്ട് ആര് പോയാലും കരിഞ്ഞു പോകുമായിരുന്നു. ക്ലാസ്മേറ്റ്സ് സിനിമയെ കാണുന്ന പോലെ എല്ലാ ക്ലാസ് റൂമുകളിലും കയറി പാട്ട് പാടി അങ്ങനെ ഇലക്ഷൻ ജയിച്ച ഒരാളാണ്. തിരുമാരൻ കാവിൽ ആദ്യ വസന്തം കൊടിയേറി കേട്ടിട്ടുണ്ട്. രത്നനിർവേദത്തിൻ്റെ ആദ്യ പതിപ്പിലെ പാട്ടുകൾ സത്യത്തിൽ ദേവരാജൻ മാസ്റ്ററുടെ പോപ്പുലർ ഹിറ്റ്സിൻ്റെ കൂട്ടത്തിൽ വരുന്നില്ല. ജോൺസൺ മോർ ദാൻ 300 ഫിലിംസ് ഇൻ മലയാളം, വോൺ സ്റ്റേറ്റ് അവാർഡ്സ്, വോൺ 2 നാഷണൽ അവാർഡ്സ്, ഡിസൈപ്പിൾ ഓഫ് ജി ദേവരാജൻ. സിസ്റ്റർ ജൂലി എന്ന് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ സിസ്റ്ററാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ 5 പേരുടെ കൂട്ടത്തിൽ മാസ്റ്റർക്ക് പ്രത്യേക വാത്സല്യം ഉണ്ടായിരുന്ന ആളാണ് ജൂലി. കാര്യം ഏറ്റവും ജൂനിയർ ആയിരുന്നു എന്നുള്ളതിനേക്കാൾ ജൂലിയുടെ ശബ്ദം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ ശ്രേയാ ഘോഷാലിൻ്റെ ശബ്ദമൊക്കെ കേട്ട് നമ്മളിങ്ങനെ കൊതിക്കുന്നത് പോലെ ഇന്ദ്രവല്ലരിപ്പൂ ചൂടി വരും സുന്ദര ഹേമന്തരാത്രി. കൊണ്ടോരാം കൊണ്ടോരാം കൈതോല പായ കൊണ്ടോരാം. റഫീഖ് അഹമ്മദിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം. ഗായകൻ സുദീപ് കുമാറാണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി. സർപ്രൈസ് ആയില്ലേ? സുദീപേട്ട പാടി ഞാനങ്ങോട്ട് പാടി. പാട്ട് പാടുക ഭയങ്കര ഹിറ്റ് പാട്ടാണത്. എന്താ വെച്ചാൽ അതിനു മുമ്പ് സുദീപേട്ട പാടി വെച്ച കുറേ പാട്ടുകൾ, പക്ഷെ ഇത് ഭയങ്കരമായിട്ട് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്തൊരു പാട്ട്. ജയചന്ദ്രൻ്റെ ഒരു ശൈലിയൊക്കെ കൊണ്ടുവന്ന എല്ലാ പാട്ടിലും സുദീപേട്ടൻ പാടുന്ന പാട്ടുകൾ, ജയചന്ദ്രൻ്റെ പാട്ടുകൾക്ക് ശൈലികളുണ്ട്, ജയചന്ദ്രൻ്റെ ശൈലികൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ പാട്ടിനൊരു വേറൊരു ശബ്ദമൊക്കെ തോന്നി. ലാലേട്ടൻ്റെ ഒരു ശബ്ദത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒരു ശബ്ദമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായിരുന്നു ആ പാട്ടിൻ്റെ ഒരു അനുഭവം? ആ പാട്ട് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. എൻ്റെ കരിയറിൽ എനിക്ക് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാട്ടാണ്. പിന്നെ ശ്രേയാജി പാട്ടിലുണ്ട്, കുറച്ചേ ഉള്ളൂ ഫീമെയിൽ പോർഷനെങ്കിലും അത് അത്രയും വലിയൊരു പാട്ടുകാരി അതിൽ വന്നപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ കുറച്ചുകൂടി വലുതായി. പിന്നെ റഫീഖേട്ടൻ്റെ ലിറിക്സാണ് അതിൻ്റെ ഈ പാട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത്. നമ്മുടെ ഒരുപക്ഷെ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഭാസ്കരൻ മാഷയ്ക്ക് ശേഷം ഈ പാലക്കാടൻ ഗ്രാമങ്ങളുടെ സൗന്ദര്യം ഇത്ര കണ്ട് ഒരു പാട്ടിൽ പ്രതിഫലിച്ചത് വേറെ ഇല്ല. ഉണ്ടാവാമായിരിക്കാം, എൻ്റെ ഒരു പരിമിതമായ അറിവിൽ വേറെ എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുപോലെ ജയൻ ചേട്ടൻ ആ മ്യൂസിക് എന്ന് പറയുന്നത് ഒരു പഴമയുടെ ഒരു ശൈലി ഉള്ളതോട് തന്നെ അതിൻ്റെ ഓർക്കസ്ട്രേഷനിലും അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു സൗണ്ടിങ്, ഇപ്പോഴത്തെ ഭാഷയിൽ പറയുന്നത് സൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പുതിയ സൗണ്ടിങ്ങാണ്. പിന്നെ അതിൽ പാടുന്നതിൽ തന്നെ സാധാരണ ഇപ്പോഴത്തെ കാലത്തെ പാട്ടുകളിൽ വരാത്ത ചില കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം പിന്നെ അങ്ങനെ അത്രയും ഫാസ്റ്റായ സംഗതികളൊക്കെ ഇപ്പോഴത്തെ സിനിമ പാട്ടുകളിൽ, പ്രമോദവനത്തിൽ ഇന്നിതാ എൻ എന്നൊക്കെ പറഞ്ഞുള്ള ഗുസ്തി എന്ന് നമ്മൾ പറയുന്നത് ട്രിക്കി ആയിട്ടുള്ള സംഗതികളാണ്. അത് പാടാൻ ബുദ്ധിമുട്ടാണ്. ഇതിനകത്ത് അങ്ങനെ ട്രിക്കിയായ കുറേ സംഗതികൾ ഇതിനകത്ത് പെണ്ണേ കൊണ്ട് കുറേ സംഗതികൾ. അത് പക്ഷെ അത് സംഗതിക്ക് വേണ്ടിയല്ല അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്, അതൊരു ഇമോഷനായിട്ടാണ്, ഒരു ഇമോഷനായിട്ടാണ്. അതുപോലെ തന്നെ ആ പാട്ടിൽ തന്നെ കുളിരാടാൻ പോകാം, അതൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ സംഭവങ്ങളൊക്കെ, അങ്ങനെ ഒരുപാട് മ്യൂസിക്കലായ പ്രത്യേകതകൾ ആ പാട്ടിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ടെക്നിക്കലി പറയാനാണെങ്കിൽ ഈ മേജർ മൈനർ സ്കെയിലുകൾ തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കൽ ബ്രില്യൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റഫീഖേട്ടൻ ഈ ഒടിയൻ എന്ന് പറഞ്ഞ സങ്കല്പമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ്. ഇപ്പം ഒടിമറയണ രാക്കാറ്റ് പനമേലെ ഒരു ഊഞ്ഞാല് നിഴലുകളാൽ അതിലിളകും മുടിയാട്ടം കണ്ട എന്ന് പറയുമ്പം അതാണ് മുടിയാട്ടം കണ്ട. അത് അതിനകത്ത് പാടുന്നതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് അവർ ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റഫീഖേട്ടൻ എഴുതിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു രാത്രിയിൽ ഒരു പന ഇങ്ങനെ നിന്ന് വലിയ കാറ്റത്താടുമ്പോൾ ഒരു മുടിയാട്ടം കാണുന്ന പോലുള്ളൊരു ഫീൽ. അത് ഈ ഒടിയന്മാരുടെ ഇതിൽ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, സ്ത്രീകൾ അന്ന് മുടിയാട്ടം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ പറയുന്ന ഈ രാത്രി കാലങ്ങളിൽ മാത്രമുള്ള ഒരുപാട് ബിംബങ്ങൾ ആ പാട്ടിലുണ്ട്. ഈ പുല്ലാഞ്ഞി എന്ന് പറയില്ലേ, അത് പുല്ലാനി എന്ന് പറയും. പുല്ലാനിക്കാടും കാണാം വെള്ളാമ്പൽ പൂവും എന്നുള്ള മാനോടും മേട്ടിൽ കൊണ്ടുപോകാന്ന് പറയുന്നത് ഈ രാത്രിയുടെ എല്ലാ ഭംഗിയുള്ള അതിനകത്ത് പറയുന്നുണ്ട്. എന്നെ മാനിനെ കാണിച്ചു തരാമെന്ന് ചോദിക്കുമ്പോഴാണല്ലോ ഇത്. അപ്പോൾ മാൻകൂട്ടം അത് വിഷ്വലി അദ്ദേഹം ഡയറക്ടർ മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ നിലാവിൻ്റെ സൗന്ദര്യത്തിൽ പുല്ലാനിയുടെ
പുല്ലാനി പൂത്ത് നിൽക്കുന്ന ഒരു സ്ഥലം, വെള്ളാമ്പൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന സ്ഥലം എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള രാത്രി കാലത്ത് മനസ്സിലേക്ക് വരുന്ന മനോഹരമായ കൽപ്പനകൾ. അതുപോലെ കൈതോല, പണ്ട് ഈ ഒടിയന്മാർ അവരുടെ കുടുംബത്തിൽപ്പെട്ടവർ കൊണ്ട് തമ്പുരാട്ടിക്ക് കാഴ്ചവെക്കുന്നത് ഓല കൊണ്ട് നെയ്തിട്ടുള്ള പായയും വട്ടിയും കുട്ടയൊക്കെയാണുള്ളത്. കൊണ്ടുവരാം, കൈതോല പായ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത്രയും മീനിങ് ഫുള്ളായിട്ടുള്ള, അത്രയും സംഗീതം നിറഞ്ഞ, എന്നാൽ ഈ സംഗീതം ഓവർഡു അല്ല. ജയൻചേട്ടൻ ചെയ്യുന്നത് അതിൻ്റെ കൃത്യമായ അളവിലാണ്. ആ പാട്ടിനകത്ത് ഇത്രയും വേണ്ടായിരുന്നു, സംഗതി വേണ്ടായിരുന്നു നമുക്ക് തോന്നുന്നില്ല. അത് ഭയങ്കര ഫ്രഷ് ഫീൽ ആയിരുന്നു കേട്ടോ. അത് തിയേറ്ററിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു ഗായകനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നല്ല കോമ്പോസിഷൻസ്, നല്ല ലിറിക്സ് രണ്ടും കൂടെ ചേരുമ്പോൾ മ്യൂസിക്കലി നല്ലൊരു കോമ്പോസിഷൻ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ നല്ല വരികളും കൂടെ ചേരുമ്പോഴാണല്ലോ ഒരു നല്ല പാട്ടാകുന്നത്. അത്തരം ലക്ഷണമൊത്ത ഒരു പാട്ട് പാടാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതെനിക്ക് ഈ പാട്ടിലൂടെ കിട്ടി. അതുപോലെ കുറേ പാട്ടുകളിലൂടെ കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഈ ജയചന്ദ്രൻ്റെ പാട്ടുകൾ പാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ഉണ്ടല്ലോ, നമുക്കെല്ലാം അറിയാം, പരിചയിച്ച്. ഇപ്പോൾ ചില പാട്ടുകളൊക്കെ നമുക്കിങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ പുള്ളി പാടുന്ന ആ മുഖഭാവം നമുക്ക് അല്ലേ, ആ വായുടെയൊക്കെ ഭാവം എന്തായിരിക്കും, ആ സംഗതി അത് നമുക്ക് വിഷ്വലി നമുക്ക് അറിയാം. അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ആലാപന ശൈലി കൂടിയുണ്ട്. ഓരോ പാട്ടും ഡിമാൻഡ് ചെയ്യുന്ന ആലാപന ശൈലി അദ്ദേഹം ഗായകരിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കും. അതിപ്പോൾ ആര് പാടിയാലും അതിൻ്റെ പിന്നിൽ എൻ്റെ ബാക്സ്, ഇപ്പം ഒരു ഗായകൻ മുന്നിൽ നിൽക്കുന്നു, എൻ്റെ പുറകിൽ ഇദ്ദേഹം മറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അദ്ദേഹം ആഗ്രഹിക്കുന്ന ശൈലിയിൽ ഈ ഗായകരെ കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് അറിയാവുന്നൊരു സംഗീത സംവിധായകനായതുകൊണ്ടാണ്. ഞാൻ പാടിയ പല പാട്ടുകളിലും ഞാൻ ബ്ലൈൻഡ്ലി അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് പല പോർഷൻസ്. എനിക്ക് ആ മറ്റേ ഒരു ഹമ്മിങ് ഉണ്ടല്ലോ ഒരു പാട്ടില്, നമ്മുടെ നിർവേദത്തിലെ പാട്ട് ചെമ്പൂപ്പ്, അതിന്റെ ഹമ്മിങ് അതിപ്പോ ഞാൻ എന്ന് പാടിയ ജയൻചേട്ടന് അദ്ദേഹത്തെ ആഗ്രഹിക്കുന്ന ആ ട്യൂണല്ല, അദ്ദേഹം പാടുന്ന ഒരു ശൈലിയുണ്ട്, പാടുന്ന ശൈലിയുണ്ട്. അത് അതേപോലെ വരുമ്പോഴാണ് അദ്ദേഹം അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ അത് നമ്മൾ പാടുന്ന ഒരു പാട്ട്, ഇപ്പം ഞാനൊരു ഗായകൻ എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിലുള്ള ഒരു സങ്കല്പവും സംഗീത സംവിധായകൻ്റെ സങ്കല്പവും കൂടെ ഒന്നിച്ചു ചേരുമ്പോഴാണ് ആ പാട്ട് സംഗീത സംവിധായകന് തൃപ്തിയാവുന്നത്. അപ്പോൾ അതുപോലെ മറ്റ് പല സംഗീത സംവിധായകർക്കും അങ്ങനെയുണ്ട്. അത് നമുക്ക് ആദ്യത്തെ പോർഷൻ എനിക്ക് സുധീവേട്ടൻ പാടുന്ന പോലെ ഫീൽ ചെയ്തു. രണ്ടാമത്തെ ആ ഹമ്മിങ്ങിന്റെ എൻഡ് ഉണ്ടല്ലോ, ആ ഹമ്മിങ്ങിന്റെ എൻഡ് വന്നപ്പോഴത്തേക്ക് കറക്റ്റ് ജയചന്ദ്രൻ സാർ പാടുന്നത് കഥയുണ്ട്. കഥയെന്ന് വെച്ചാൽ ആ പാട്ട് റെക്കോർഡ് ചെയ്തു, ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പാടി, വളരെ സമയമെടുത്ത് പാടിയത്. കാര്യം അതിനകത്ത് ഈ പറഞ്ഞ പോലെ മുരുകൻ ചേട്ടനെ എഴുതി. അയ്യോ, അദ്ദേഹത്തിന്റെ ഒരു വരികൾ നമ്മൾ ആ പാട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ആൽമരത്തണലിൽ കൂത്തമ്പല നടയിൽ ഋതുവായി കുളി കഴിഞ്ഞിറങ്ങണ നാണം കണ്ടില്ലേ. മുരുകൻ ചേട്ടൻ ആ സിനിമയിൽ എഴുതിയിട്ടുള്ള എല്ലാ പാട്ടുകളും അതിഗംഭീരങ്ങളാണ്. അപ്പോൾ ഈ പാട്ടിന്റെ കോമ്പോസിഷൻ അത് ഉണ്ടായി വരുന്നത് ഞാൻ കണ്ടതാണ്, കൂടെ ഇരുന്ന ആ പാട്ട്. അതിന്റെ ആ സമയത്ത് 2007 മുതൽ 2011 വരെ 4 വർഷം ഞാൻ ജയൻചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു 40-45 സിനിമകൾക്ക് എല്ലാ പാട്ടുകളുടെയും ഉണ്ടാകുന്ന സമയത്തും റെക്കോർഡ് ചെയ്യുന്ന സമയത്തും ഒക്കെ കൂടെ ഞാൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഇത് നിർവ്വഹമൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ മുരുകൻ ചേട്ടൻ ഇത് എഴുതിയിട്ട് പാട്ടിൻ്റെ ലിറിക്സ്, ആ പോർഷൻ, മെലഡി എല്ലാം നമ്മൾ പാടി, അതെല്ലാം ഓക്കെ ആയി. പക്ഷേ ഈ തെരനെന്ന് പറയുന്നത് ഇത്ര വലിയ പ്രശ്നമാണോ എന്ന് ജയൻ ചേട്ടനോട് ചോദിക്കുക. അത് പാടിയിട്ട് ശരിയാവുന്നില്ല. ട്യൂൺ കറക്റ്റാണ്, താളം കറക്റ്റാണ്, ഒരുപാട് ടേക്ക് പാടി. അവസാനം ജയൻചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതെന്താണ് പാടാൻ ബുദ്ധിമുട്ട്, ഒരു കാര്യം ചെയ്യാം, അത് മാത്രം ഒഴിവാക്കാം, പാട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം, ഇത് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ മേ ബി അദ്ദേഹത്തിൻ്റെ വോയിസ് തന്നെ ആയിരിക്കും അവിടെ വരിക എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്നുകൂടെ നോക്കാം, ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്യാം. ഒരു പ്രാവശ്യം കൂടെ എന്ന് പറയുമ്പോൾ നിലവിൽ 10, 50, 60 ടേക്ക് പാടിയിട്ടുണ്ട് ആ ഒരു പോർഷന് വേണ്ടി. അപ്പോൾ ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മനസ്സിൽ അദ്ദേഹം പാടുന്നതായിട്ട് മനസ്സിൽ വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജോട് കൂടി തന്നെയാണ് ഞാൻ പാടിയത്. ഞാൻ അങ്ങനെ പാടിയത് ടേക്ക്. അദ്ദേഹം സ്റ്റുഡിയോയിൽ അവർ റെക്കോർഡ് ചെയ്യുമ്പോൾ അദ്ദേഹം കമ്പ്യൂട്ടറിൽ നോക്കി ഇങ്ങനെ ചെയ്യുകയാണ്, എഞ്ചിനീയർ രഞ്ജിത്തും ഉണ്ടെങ്കിലും ഞാനപ്പോൾ അദ്ദേഹം പാടുന്നത് പോലെ മനസ്സിൽ വിചാരിച്ച് കുറച്ച് ആ ഒരു ഇമിറ്റേറ്റിംഗ് രീതിയിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അത് ഇതിനാണ് ഇത്ര ബുദ്ധിമുട്ട്. അപ്പം എനിക്കത് ബ്ലൈൻഡ്ലി അങ്ങനെ പോകാനൊരു മടി ആദ്യം ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, ഞാൻ കൺസീവ് ചെയ്യുന്നത് വേറൊരു രീതിയിലായിരുന്നു. പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ച അതല്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ അത് കറക്റ്റായി. അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസസ് ആണ് ഇതുപോലെ ഓരോ പാട്ടിലും നമുക്ക് കിട്ടുന്നത്. 2012 തോന്നുന്നു ആ പാട്ടിലെ സംസ്ഥാന അവാർഡ് കിട്ടുന്നത്. 2012 അത് പ്രഖ്യാപിക്കുന്നത്. 2011 സിനിമകൾക്കുള്ള.
2011 അവാർഡാണ്. അവാർഡ്. അതെ, ഈ ടെലിവിഷനിലൂടെ മാത്രം ഇങ്ങനെ കേൾക്കുന്ന ഒരാളാണ്. അപ്പം ദൂരദർശനിലാണ് കൂടുതൽ പാട്ടുകൾ കേൾക്കുന്നത്. അപ്പോൾ ഒരുപാട് പാട്ടുകൾ ദൂരദർശനിൽ എനിക്ക് തോന്നുന്നു ഒരു 60-70 പാട്ടുകളെങ്കിലും ഉണ്ട്, പലപ്പോഴായിട്ട് റെക്കോർഡ് ചെയ്തു. അതെ അതെ, അങ്ങനെയാണ് കൂടുതലും സുദീപ് എന്ന ഗായകനെ നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ കുറേ കാലം എടുത്തിട്ടാണ് നമ്മൾ, ഞാനൊന്നും വിചാരിച്ചതേ ഇല്ല കേട്ടോ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിനൊക്കെ ഇരിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ആ പാട്ടുകൾ ഇങ്ങനെ കേട്ട് വരുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഭയങ്കര ഘനഗാംഭീര്യമുള്ളൊരു ശബ്ദം. അത് ആ കാലഘട്ടത്തിലെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അങ്ങനെയാണ്. ആ ശബ്ദം ഇങ്ങനെ ഇപ്പൊ കുറച്ച് നേർമിച്ചു വന്നിട്ടുണ്ട്. എനിക്കൊന്ന് ജയചന്ദ്രൻ സാറിന്റെ കൂടെ സഹവാസമൊക്കെ ആണോ എന്നറിയില്ല. പ്രായം കൂടുമ്പോൾ ശബ്ദത്തിന്റെ കനം കൂടേണ്ടതാണ്. പക്ഷെ അല്ല, പാട്ടിന്റെ ഒരു ശൈലി മാറിയിട്ടുണ്ട്. ലൈറ്ററായി. കുറച്ചുകൂടി അന്ന് കുറച്ചും കൂടി എടുക്കുന്ന പാട്ടുകളും കുറച്ച് കനമുള്ള പാട്ടുകളായിരുന്നു. അത്തരം പാട്ടുകളാണ്. അതെ അതെ. നമ്മുടെ ഒരു എന്റെ കോളേജ് കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാ സിനിമകളിലും യേശുദാസ് സാറിൻ്റെ പാട്ടുകളുണ്ട്. ഓൾമോസ്റ്റ് ഒരു 85-90% സിനിമകളിലും യേശുദാസ് സാർ പാടുന്നുണ്ട്. ആ പാട്ടുകളിൽ തന്നെ ഇപ്പോൾ രവീന്ദ്ര മാസ്റ്ററുടെ കോമ്പോസിഷൻസ് ആണെങ്കിൽ മിക്കവാറും എല്ലാം താഴത്തെ പാ മുതൽ മേളത്തെ പാ, അതായത് 2 ഫുൾ ഒക്ടേവുള്ള പാട്ടുകളാണ്. അപ്പം തുടങ്ങുന്നത് തന്നെ നല്ല പവർഫുള്ളായി മേടമാസപ്പുലരി എന്ന് തുടങ്ങും, അല്ലെങ്കിൽ പ്രമദവനം തുടങ്ങും, ഇരുഹൃദയം. അപ്പം നമ്മുടെ എല്ലാം മനസ്സിൽ അങ്ങനെ ഒരു പവർഫുള്ളായ ഒരു വോയിസാണ്. അതുപോലെ മേലയും അതുപോലെ തന്നെ ഇന്നിതാന്ന് പറഞ്ഞിട്ട് പ്രമദവനത്തിലെ എല്ലാ പാട്ടിനകത്തും ഒരു ശബ്ദത്തിൻ്റെ സാധ്യത ഉപയോഗിക്കുന്ന ഗാനങ്ങളാണ് രവീന്ദ്ര മാസ്റ്ററൊക്കെ ചെയ്തത്. അതിന് മുമ്പോട്ട് പോയ ദേവരായ മാസ്റ്ററുടെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്കും യേശുദാസ് സാറിൻ്റെ ശബ്ദത്തിൻ്റെ ബ്യൂട്ടി ഒരു 72-73 കാലഘട്ടം മുതൽ ഇങ്ങോട്ടൊരു 80-85 വരെയുള്ള ഒരു 10-15 അല്ലെങ്കിൽ 17 വർഷത്തെ യേശുദാസ് സാർ പാടിയ പാട്ടുകളൊക്കെ അപ്രാപ്യങ്ങളാണെന്ന് ഞാൻ പറയും. അതൊന്നും നമുക്ക് പാടാനേ പറ്റില്ല, അതുപോലെ പാടാൻ പറ്റില്ല. അത് ഏകദേശം ഒന്ന് ഒപ്പിച്ചു പോകാമെന്നുള്ളതേ പലപ്പോഴും തോന്നിയിട്ടുള്ളൂ. അത്തരം പാട്ടുകൾ കേട്ട് വന്നതുകൊണ്ട് നമുക്ക് അതിനോടൊരു ആവേശവും അതാണ് നമ്മുടെ സിനിമാ സംഗീതം എന്നുള്ളൊരു കൃത്യമായ ഒരു ധാരണയിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ പാട്ടുകൾ തന്നെയാണ് പാടുന്നത്. പക്ഷേ പിന്നെ മാത്രമല്ല ഈ നായകന്മാർ ഹീറോസ് എന്ന് പറയുന്നത് പവർഫുൾ ഹീറോസാണ്. ഇപ്പോൾ ലാലേട്ടന് മമ്മൂക്കയൊക്കെ വേണ്ടി പാടുമ്പോൾ യേശുദാസ് സാറിൻ്റെ എല്ലാവരുള്ള ശബ്ദം നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. പിന്നെ ശ്രീകുമാരേട്ടൻ പാടിയിട്ടുണ്ട് കുറേ പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ ആ രീതിയിലുള്ള റൊമാൻറ്റിക് പാട്ട്. അപ്പം നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന അതുപോലെ വീര നായകന്മാർക്ക് വേണ്ടി പാടണം. ഇപ്പം അന്ന് പ്ലേ ബാക്ക് എന്ന് പറഞ്ഞൊരു സങ്കേതം തന്നെയല്ലേ പിന്നണി ഗാനം. ഇന്നിപ്പോൾ പിന്നണി ഗാന സങ്കേതവും ഇല്ല. സോങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ഒരു പ്രത്യേകിച്ച് ഒരാൾ പാടണമെന്നില്ല, പ്രത്യേക ഒരു ശബ്ദം അതിന് വേണമെന്നില്ല. ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവും ശബ്ദമില്ലെന്ന്, പക്ഷേ ഒരു നായകൻ ഇന്ന ഒരു ശബ്ദത്തിൽ വേണമെന്നില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതാവസ്ഥയിൽ ഇവിടുന്ന് കേൾക്കുന്ന ഒരു പാട്ട് പോലെയൊക്കെയല്ലേ വരുന്ന പാട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു 90കളിലൊക്കെ കുറച്ചും കൂടി വേറൊരു ശബ്ദമായിരുന്നെങ്കിൽ കുറേയും കൂടി സുദീപേട്ടനെ വേറെ തരത്തിലൊരു അഡ്രസ്സ് ചെയ്യപ്പെട്ടനെ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ആ ഒരു കനപ്പെട്ട ശബ്ദമായതുകൊണ്ട് കുറേ അവസരങ്ങൾ ആ രീതിയിൽ പോയി തോന്നുന്നുണ്ടോ? അങ്ങനെ ഇല്ല, അങ്ങനെയില്ല. എന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മളൊക്കെ ഒരു എന്താ പറയുക പഠിച്ചു വരുന്ന കാലമാണ്. അന്ന് പാടിയ പാട്ടുകൾ ഇപ്പോൾ കേൾക്കുമ്പോൾ അതൊക്കെ വളരെ അമച്വറായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ആ സമയത്ത് അതിനേക്കാൾ നന്നായിട്ട് പാടാനുള്ള കപ്പാസിറ്റിയോ സങ്കല്പമോ എക്സ്പീരിയൻസോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ പാടി പഠിക്കുന്ന കാലമാണ്. പാടി പഠിച്ച് നമുക്കൊരു അതിനകത്തൊരു കുറച്ചെങ്കിലും നമ്മുടെ കയ്യിലേക്ക് പാട്ടുകൾ വരുന്ന സമയം ആയപ്പോഴേക്കും പാട്ടുകളുടെ രീതി മാറി എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്നത്. പക്ഷേ അന്നത്തെ കാലത്ത് നമുക്ക് അതിനപ്പുറത്തേക്ക് വേറെ ശബ്ദമൊന്നും നന്നായിട്ട് വന്നിട്ട് കാര്യമില്ല. കാര്യം അവിടെ ഒരു സൂര്യൻ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന കാലമാണ്. അതിന്റെ മുന്നിലോട്ട് ആര് പോയാലും കരിഞ്ഞു പോകുമായിരുന്നു. അത്ര അപ്രാപ്യനായിട്ട് ആണ് യേശുദാസ് സാർ അക്കാലത്ത് പാടിയിരുന്നത്. അന്നത്തെ കാലത്ത് അദ്ദേഹം പാടുന്ന കാസറ്റിലോ ഒരു സിനിമയിലും ഒക്കെ ഒരു പാട്ട് പാടി എന്ന് പറയുന്നത് തന്നെ ഞാൻ ഏറ്റവും വലിയ ബഹുമതിയായിട്ടാണ് കാണുന്നത്. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദ സ്വാധീനം, അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലുള്ള ആഴം, പഠനം, അറിവ്, ഇതെല്ലാം ആ പാട്ടുകളിലുണ്ട്. അപ്പം നമ്മളെപ്പോലെ അതൊന്നും ഇല്ലാത്ത ഒരാൾ അതിൻ്റെ ഓരത്തെവിടെയോ പാടി എന്ന് പറയുമ്പോഴേ അതൊരു ബഹുമതിയായിട്ടാണ് കാണുന്നത്. ഒരിക്കലും പല ഇന്റർവ്യൂവിലും കണ്ടിട്ടുണ്ട് സുദീപേട്ടൻ പറയുന്നത്, ഞാൻ അങ്ങനെയൊന്നും എത്തുമെന്നൊന്നും വിചാരിച്ചില്ല, എൻ്റെ വലിയൊരു സ്വപ്നമേ ഒന്നായിരുന്നില്ല പ്ലേബാക്ക് സിംഗർ ആവണമെന്നുള്ള സ്വപ്നം പോലും എനിക്ക് തുടക്കകാലത്ത് ഉണ്ടായിരുന്നില്ല. ഒരു ഗാനമേളയ്ക്കെങ്കിലും പാടണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ. കാര്യം നമ്മളുടെ ടാലന്റിനെ കുറിച്ച് നമുക്ക് തന്നെ അങ്ങനെ വലിയൊരു അമിതമായിട്ടുള്ള പ്രതീക്ഷയില്ല. ഒരു പാട്ട് പോലും പാടുന്നവർ ഭയങ്കര സംഭവമായിട്ട് കൊണ്ടുനടക്കുമ്പോഴാണ് എൻ്റെ മുന്നിലിരുന്ന് 25 വർഷം പാടിയ ഒരു ഗായകൻ ഇങ്ങനെ പറയുന്നത്. അല്ല, ഞാൻ വേറെ എൻ്റെ അച്ഛനും അത്യാവശ്യം നന്നായിട്ട് പാടുന്ന ആളായിരുന്നു. മാത്രമല്ല അച്ഛന് നല്ല സംഗീതത്തെ കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു, നല്ല സംഗീതം കേൾക്കുന്ന ആളായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുമ്പോൾ ഇതുപോലെ അന്ന് ഹിസ്കാനസ് അബ്ദുള്ളയും അമരവും ധനവും ഈ സിനിമകളൊക്കെയാണ് ആ സമയത്ത്
ഞാൻ ഗന്ധർവൻ, ഇതിലെ പാട്ടുകളൊക്കെ ഞാൻ കോളേജിൽ പാടും. കോളേജിലെ ഈ ചലച്ചിത്ര ഗാന മത്സരങ്ങളിൽ എനിക്ക് സമ്മാനം കിട്ടും. കോളേജ് സ്റ്റുഡൻസ് തന്നെ ഓർക്കസ്ട്രയിൽ പാടുമല്ലോ, വെളിയിൽ നിന്നുള്ള ഓർക്കസ്ട്ര പ്രൊഫഷണൽസ് വരും. ആ സമയത്ത് കോളേജിൽ നടന്ന ചില പരിപാടികളൊക്കെ കാണാൻ അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുന്നതും ആർപ്പ് വിളിക്കുന്നതൊക്കെ കാണുമ്പോൾ അച്ഛൻ അത് വളരെ സൈലൻ്റായിട്ട് കണ്ടിട്ട് വീട്ടിൽ പോയിട്ട് എന്നോട് ഒരു വാചകം പറഞ്ഞു, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഇപ്പോൾ നിൻ്റെ പാട്ട് കേട്ടിട്ട് ആളുകൾ, നിൻ്റെ കൂട്ടുകാരൊക്കെ നിന്നെ എടുത്ത് തോളത്ത് വെച്ച് നടക്കും, യേശുദാസ് പാടിയ പോലെ പാടി എന്നൊക്കെ പറഞ്ഞു. നീ മനസ്സിലാക്കണം, യേശുദാസ് ആരാണ്, ഈ ഉദ്ദേശിക്കുന്ന ആളല്ല, അത് വേറെ തലത്തിലുള്ള ഒരാളാണ്. അതുകൊണ്ട് നീ പഠിക്കുക, എന്നിട്ട് എന്തെങ്കിലും മാന്യമായൊരു ജോലി നേടാൻ നോക്കുക, അതിൻ്റെ കൂടെ സംഗീതം കൊണ്ടുപോവുക. അല്ലാതെ പ്രൊഫഷണലായിട്ട് സംഗീതം കൊണ്ടുപോകാൻ നമുക്കാരും സിനിമയിലില്ല, നമ്മുടെ ആരും സിനിമക്കാരോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം വേണ്ട. ആദ്യം പഠനത്തിൽ ശ്രദ്ധിക്കുക, എന്നിട്ടൊരു ജോലി സമ്പാദിക്കുക, അതിൻ്റെ കൂടെ നിനക്ക് പറ്റുന്നെങ്കിൽ മ്യൂസിക് കൊണ്ടുപോകുക എന്നേ പറഞ്ഞിട്ടുള്ളൂ. കാര്യം അച്ഛനും ഞാനൊരു പ്രൊഫഷണൽ മ്യൂസീഷ്യൻ ആവണമെന്ന് ആഗ്രഹിച്ച ആളല്ല. പക്ഷേ പിന്നീട് ആയതിനു ശേഷം അതിൽ ഒരുപാട് സന്തോഷിക്കുകയും എപ്പോഴും എൻ്റെ ഓരോ പടവുകളിലും അതിനകത്ത് സന്തോഷിക്കുകയും കൂടെ നിൽക്കുകയും പല കാര്യങ്ങളിലും ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്ത ആളാണ്. എടാ ഇനി സിനിമ വല്ലതും ഉണ്ടോ, നീ ആരെങ്കിലും കണ്ടോ, പുതിയ ആരെങ്കിലും വിളിച്ചോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷേ ആദ്യകാലങ്ങളിലൊക്കെ അച്ഛൻ ഇതിനകത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനും അച്ഛൻ്റെ ടെൻഷൻ എന്നല്ല ഞാൻ പറഞ്ഞു, എനിക്കും അക്കാലത്ത് അങ്ങനെ ഒരു പ്രതീക്ഷയല്ല. ഈ പറഞ്ഞ പോലെ നമ്മൾക്കൊരു എത്തിപ്പെടാൻ കഴിയാത്ത മേഖലയാണ് സിനിമ എന്നാണ് വിചാരിച്ചത്. അച്ഛനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ അച്ഛൻ്റെ ചോദ്യം പിന്നേക്ക് മാറ്റി വെച്ചതാണ് ഞാൻ. പക്ഷെ ഇപ്പം ചോദിക്കുകയാണ്, കൈനഗിരി സുരേന്ദ്രൻ അല്ലേ, എഴുത്തുകാരനാണ്, അധ്യാപകനായിരുന്നു, സാമൂഹ്യ പ്രവർത്തകനായിരുന്നു, പ്രാസംഗികനായിരുന്നു. ഇങ്ങനെ പല മേഖലകളിൽ അദ്ദേഹത്തെ നമ്മൾ ഒരുപക്ഷെ ഈ പുതിയ തലമുറയ്ക്ക് എത്രത്തോളം അറിയുന്ന എനിക്കറിയില്ല, എന്നാൽ പോലും ആ ഒരു കാലഘട്ടത്തിൽ ആലപ്പുഴക്കാർക്കാണെങ്കിലും വളരെ പരിചിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു മകനായിട്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ അത് ഇപ്പം ആ ഒരു അഭിമാനം ഉണ്ടാവുമല്ലോ, ആ ഒരു അഡ്വൈസ് ഒക്കെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അതിലൊന്നും അഭിമാനം മാത്രമേ ഉള്ളൂ. സംഗീതമാണെങ്കിലും സാഹിത്യമാണെങ്കിലും ഈ സംഗീതമപി സാഹിത്യം സരസ്വത്യ സ്തനദ്വയം ഏകമാപാത മധുരം അന്യതാലോചനാമൃതം എന്ന് പറഞ്ഞിട്ടില്ലേ ഒരു ശ്ലോകം കേട്ടിട്ടുണ്ടല്ലോ. അപ്പം ഈ പാട്ടെന്ന് പറയുമ്പോൾ പാട്ടിനകത്ത് സംഗീതത്തിനും സാഹിത്യത്തിനും ഒരേ മൂല്യമാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അച്ഛനെ സംബന്ധിച്ച് അച്ഛന് സംഗീതവും ഉണ്ടായിരുന്നു, സാഹിത്യവും ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് പകർന്നു കിട്ടിയത് അങ്ങനെ തന്നെയാണ്. അതുപോലെ എൻ്റെ അമ്മയുടെ അച്ഛനും സാഹിത്യത്തിൽ നല്ല താല്പര്യമുള്ള ആളായിരുന്നു. അദ്ദേഹം അക്ഷര ശ്ലോക സദസ്സുകളിലൊക്കെ പങ്കെടുത്തിരുന്ന ആളാണ്. അപ്പോൾ അപ്പൂപ്പനും ആ വഴിയിലും കുറച്ച് നമുക്കൊരു ഈ ലിറ്ററേച്ചറിനോടൊരു താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ ഒരു കലാകാരനായിരുന്നു, സാഹിത്യകാരനായിരുന്നു. അത് പറഞ്ഞ പോലെ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരുപാട് ആളുകളെ പല കാര്യങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. അത് അച്ഛൻ മരിച്ച സമയത്താണ് നമ്മൾ അതിൻ്റെ ആഴം കൂടുതലായിട്ട് തിരിച്ചറിഞ്ഞത്. എത്രയോ ആളുകൾ നമ്മളോട് ഒന്ന് പറയുന്നു, സുരേന്ദ്ര സാറാണ് എനിക്ക് ഈ കാര്യം. എനിക്ക് ഓർമ്മയുള്ള ഒരു ഞാൻ വാർത്തകളിലൂടെയാണ് വല്ലപ്പോഴും ഒക്കെ അറിഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു പുസ്തകം അദ്ദേഹത്തിന് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ പത്രത്തിൽ കണ്ടൊരു വാർത്ത, അദ്ദേഹം ഈ വാർത്തകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് അതിന്റെ കട്ടിങ്സുകളിലും വീട്ടിൽ വലിയ കളക്ഷൻ. അതെ, എന്നിട്ട് അത് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് ടെറസിൽ അല്ലെ, അത് ഒരു വാർത്തയൊക്കെ ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഈ ഒരു ദിവസം 3 പത്രം വായിക്കുമായിരുന്നു. ഈ 3 പത്രങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചിത്രങ്ങളെല്ലാം വെട്ടിയെടുത്തിട്ട് അത് മറ്റേ വലിയ കാർഡ് ഷീറ്റിൽ ഒട്ടിച്ചിട്ട് അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി എന്നിട്ട് അത് ലാമിനേറ്റ് ചെയ്ത് എത്ര പൈസ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? അച്ഛന് കിട്ടുന്ന പെൻഷൻ എന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് വലിയ കളക്ഷനായിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്നു. ഇപ്പോഴും അത് വീടിൻ്റെ മേലെ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അച്ഛൻ്റെ ഒരു സ്വപ്നം പൂവണിഞ്ഞില്ല. എന്ന് വെച്ചാൽ ഇത് മുഴുവനും കൂടി ഒന്നിച്ചൊരു എക്സിബിഷനായിട്ട് നടത്തണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് പല മീഡിയ ചാനൽസൊക്കെ സമീപിച്ചതാണ്. പക്ഷേ എന്തോ ആ സമയത്ത് നടന്നില്ല. എന്നോടും പലതവണ പറഞ്ഞിടാ ഇതെല്ലാം. പക്ഷെ അത് നടത്തണമെങ്കിൽ അത്രയും വലിയൊരു ഹാളിലോ അല്ലെങ്കിൽ ഒരു സ്കൂളോ കോളേജോ എടുത്താലേ നടത്താൻ പറ്റുള്ളൂ. അത്രയും ഉണ്ടായിരുന്നു. അത് വലിയൊരു സ്റ്റഡി മെറ്റീരിയലാണ്. പിന്നെ അച്ഛനെ മരിക്കുന്നത് വരെയും അതിൻ്റെ തലേദിവസം വരെയും പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്. പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യും, നിരന്തരമായ വായനയും പല പല സബ്ജക്റ്റുകൾ അതിലൂടെ ഇങ്ങനെ കയറി പോകായിരുന്നു. അതൊക്കെ നമുക്കും എനിക്കും എൻ്റെ അനിയനും ഒക്കെ കുട്ടിക്കാലത്ത് കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യമാണ്. വലിയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു വീട്ടിൽ. സ്കൂൾ വെക്കേഷൻ സമയത്തൊക്കെ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ ആ സമയത്ത് വായിക്കുമായിരുന്നു. പിന്നെ കോളേജിലൊക്കെ എത്തിയപ്പോൾ പിന്നെ എനിക്ക് ഫുൾ ഇൻട്രസ്റ്റ് മ്യൂസിക്കിലേക്ക് മാറി. പിന്നെ വായനയൊക്കെ കുറഞ്ഞു പോയി. പിന്നെ ഈ അടുത്ത കാലത്തൊക്കെ ഇപ്പം പിന്നെ ഞാൻ ഇടയ്ക്ക് യാത്രകളിലൊക്കെ എന്ന് പറഞ്ഞല്ലോ കോളേജിലേക്ക് നമുക്ക് ഞാൻ സുദീപേട്ടനെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പഴയൊരു ABVP-കാരൻ പറഞ്ഞു, ആ പഴയ SFI കാലമൊക്കെ ഒന്ന് ചോദിക്കണം, ABVP-കാരെ ഓടിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ കഥകളുണ്ട്, കേട്ടിട്ടുണ്ട്. സത്യമാണോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ എൻ്റെ അടുത്ത് അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും വലിയ ശത്രുതയില്ലായിരുന്നു. ഞാൻ ഈ നമ്മൾ ക്ലാസ്മേറ്റ്സ് സിനിമയെ കാണുന്ന പോലെ
എല്ലാ ക്ലാസ് റൂമുകളിലും കയറി പാട്ട് പാടി അങ്ങനെ ഇലക്ഷൻ ജയിച്ച ഒരാളാണ്. ക്ലാസ്മേറ്റ്സിൽ കാണിക്കുന്നത് പാട്ട് പാടുന്ന വേറൊരാള്, ഇലക്ഷൻ മത്സരിക്കുന്ന വേറൊരാള്. ഇത് രണ്ടും ഒരാളായിരുന്നു എന്നെ സംബന്ധിച്ച്. പ്രീ ഡിഗ്രി സമയത്ത് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ജയിച്ചു, പിന്നെ ജനറൽ സെക്രട്ടറി ആയിട്ട് ജയിച്ചു. ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പഠിത്തം മാത്രം മതി, ഇത്തവണ ഇലക്ഷൻ ഒന്നും വേണ്ടെന്ന് വെച്ചെങ്കിലും ആ സമയത്ത് SFI ASF അലയൻസ് ആയിരുന്നു ഞങ്ങളുടെ കോളേജിൽ. ഞാൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന വർഷം വരെ. ആ സമയത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിട്ട് അലയൻസ് വിട്ടു. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ASFൻ്റെ ഒരു പാനലുണ്ട്, KSUവിൻ്റെ ഒരു പാനലുണ്ട്, SFIയുടെ പാനലുണ്ട്. അപ്പോൾ മത്സരം കടുത്തതുകൊണ്ട് വീണ്ടും പ്രഷർ വന്നു, ചെയർമാനായിട്ട് മത്സരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയർമാനായിട്ട് മത്സരിച്ച് ആ വർഷവും ജയിച്ചു. അങ്ങനെ ഞാൻ 3 തവണ കോളേജ് ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അത് ഡിഗ്രി കാലമാണ്. ഡിഗ്രി കാലം കൊണ്ട് ഞാൻ പൊളിറ്റിക്സ് അവസാനിപ്പിച്ചു, പിന്നെ മ്യൂസിക്കിലേക്ക് മാത്രമായി. പക്ഷേ അടുത്ത് എവിടെയോ ഒരു പ്രസംഗം എവിടെയോ ഞാനിങ്ങനെ കേട്ടു, എവിടെയോ സംസാരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ ഓർത്തു പഴയ SFIയുടെ ആ ഒരു പോരാട്ട വീരത്തിന്റെ ശബ്ദവും പ്രസംഗ കല എന്നാണല്ലോ പറയുന്നത്. പ്രസംഗിക്കുന്നത് എല്ലാ കാലത്തും എനിക്ക് ഇഷ്ടമാണ്. ഈ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടിക്കാലത്ത് ഒരുപാട് വലിയ വലിയ പ്രാസംഗികരുടേത് കേട്ട് ഉള്ളൊരു ശീലമുണ്ട്. അച്ഛൻ മനോഹരമായി പ്രസംഗിക്കുന്ന ആളായിരുന്നു. ഏത് സബ്ജക്റ്റും വളരെ കൃത്യമായി പഠിച്ച് പ്രസംഗിക്കുന്ന ആളായിരുന്നു. അച്ഛൻ്റെ കൂടെ സാംസ്കാരിക സമ്മേളനങ്ങൾക്കൊക്കെ കൂട്ടുപോയിട്ടുണ്ട്. അതുകൂടാതെ എൻ്റെ വീട് പുന്നപ്രയിലാണ്, കൈനഗിരിയിലാണ് ജനിച്ച് വളർന്നത്, അച്ഛൻ്റെ നാട്. പക്ഷേ ഒരു 10 വയസ്സ് മുതൽ നമ്മൾ പുന്നപ്രയിലാണ്. അവിടുന്ന് ഒരു ഡിഗ്രി പഠിക്കുന്നവരെ 20 വയസ്സ് വരെയാണ് ഞാൻ. ആ 10 വർഷമാണ് ഞാൻ ഈ പുന്നപ്രയിൽ ജീവിച്ചിട്ടുള്ളത്. ആ 10 വർഷവും പുന്നപ്ര എന്ന് പറഞ്ഞാൽ ഈ പുന്നപ്ര വയലാർ വാർഷിക വാരാചരണം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ അവിടെ നിറയെ സാംസ്കാരിക സമ്മേളനങ്ങൾ നടക്കും. അല്ലാതെ തന്നെ ഒരുപാട് ഈ സാംസ്കാരിക സംഘടനകൾ, ക്ലബ്ബുകൾ, ഇതിൻ്റെ ഓണാഘോഷമാണെങ്കിൽ പോലും എന്താണേലും സാംസ്കാരിക സമ്മേളനങ്ങൾ ഒരുപാട് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. വളരെ പ്രഗത്ഭരായ ആളുകളുടെ പ്രസംഗങ്ങൾ, ഇപ്പോൾ അന്ന് അവിടെ വന്ന് പ്രസംഗിക്കുന്ന വലിയ സുമാർ അഴീക്കോട് സാറിൻ്റെ പ്രസംഗങ്ങൾ, ONV സാറിൻ്റെ പ്രസംഗങ്ങൾ, അതുപോലെ തന്നെ അന്ന് ഏഴാച്ചേരി രാമേന്ദ്രൻ സാർ വന്ന് പ്രസംഗിക്കും. ഇപ്പോഴത്തെ പിന്നെ മുല്ലക്കര രത്നാകരൻ, അദ്ദേഹം മനോഹരമായി പ്രസംഗിക്കുന്ന ആളാണ്. അങ്ങനെ അന്ന് അദ്ദേഹം വളരെ യങ് ആയിട്ടുള്ള പ്രാസംഗികനാണ്. അതുപോലെ ഒരുപാട് ആളുകളുടെ വലിയ വലിയ നീണ്ട പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും സിമ്പോസിയങ്ങളും ഒക്കെ കേട്ടിട്ടുള്ളപ്പോഴത്തേക്ക് ഇവരുടെ എല്ലാം വാക്കുകൾ പലപ്പോഴും വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പം പലപ്പോഴും ONV സാറിൻ്റെ പ്രസംഗങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു പദം കിട്ടും. ഇപ്പോൾ എന്താ പറഞ്ഞാൽ അനസൂയ വിശുദ്ധമായ എന്ന് ഒരു പദം, അത് ONV സാറിൻ്റെ പ്രസംഗത്തിൽ നിന്ന് കേട്ടുള്ളൂ. അതുപോലെ സ്വയമേവാഗതമായ എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് എന്നുള്ളതിന് മലയാളത്തിൽ വേറെ ആരും അങ്ങനെ ഒരു തർജ്ജമ പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പം ഇതൊക്കെ എനിക്ക് എൻ്റെ വൊക്കാബുലറിയിലേക്ക് പലപ്പോഴും ഇതൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് മനഃപൂർവ്വമായിട്ട് പ്രസംഗിക്കാൻ വേണ്ടി ഒരു പ്രിപ്പറേഷൻ ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു ഓർമ്മയിൽ പലപ്പോഴും എവിടെയെങ്കിലും സംസാരിക്കേണ്ടി വരുമ്പോൾ പദങ്ങൾക്ക് നമുക്ക് ആലോചിക്കേണ്ടി വരുന്നില്ല. പലപ്പോഴും സംസാരിക്കുമ്പോൾ അടുത്തത് എന്താണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത് വാക്കുകളുടെ ഒരു പരിമിതി കൊണ്ടാണ്. വായന കുറയുമ്പോഴും വാക്കുകൾ വരില്ല നമുക്ക്. അതെ അതെ. ഇപ്പോൾ എനിക്ക് അക്കാര്യത്തിൽ എനിക്ക് ഏറ്റവും റെസ്പെക്റ്റ് തോന്നിയിട്ടുള്ള ഒരാൾ മമ്മൂട്ടി സാറാണ്. മമ്മൂക്ക സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു പദത്തിന് വേണ്ടി തിരയേണ്ടി വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിന് നല്ല പല ആളുകളും റീഡിംഗ് ഉള്ളവരാണെങ്കിലും ചിലപ്പോൾ അങ്ങനെ വാക്കുകൾ ഈ പറഞ്ഞ പോലെ സ്വയമേവാഗതമായി വരണമെന്നില്ല. സാർ പറഞ്ഞു സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നത് അത് ഒരു അനുഗ്രഹമാണ്. എനിക്കത് നമ്മുടെ പലപ്പോഴും പല വേദികളിലും പോകുമ്പോഴും മ്യൂസിക്കലായിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിലും ഒരുപാട് ഞാൻ ആലോചിച്ചിട്ടല്ലേ പറയുന്നത്. പക്ഷെ അത് പലപ്പോഴും ഈ ഒരു പഴയ കാലത്തുള്ള കേൾവിയിൽ നിന്നൊക്കെ കിട്ടിയ സംഗീതം അങ്ങനെ തന്നെയാണ്. വലിയൊരു ജ്ഞാനമാണല്ലോ. പാട്ട് കേട്ടതുപോലെ തന്നെയാണ് പ്രസംഗം കേട്ടത്. പാട്ടുകൾ കേൾവിയിൽ നിന്നാണ് നമുക്ക് പാട്ടുകളിലുള്ള നമുക്ക് ഓരോ ശൈലികൾ നമ്മുടെ മനസ്സിൽ കയറുന്നത്. അപ്പോൾ കൂടുതൽ തവണ കേൾക്കുമ്പോൾ അത് കൂടുതലായിട്ട് കയറും. ഇപ്പോൾ യേശുദാസ് സാറിൻ്റെ പാട്ടുകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ശൈലി കൂടുതലായിട്ട് ഉള്ളിൽ വന്നിട്ടുണ്ട്. പക്ഷേ മറ്റുള്ള ഗായകരുടെയൊക്കെ കേൾക്കാറുണ്ട്. ഒരുപാട് കേൾക്കുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാവും. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പിന്നെ കേട്ടുള്ള ഗുലാം അലി സാറിനെയാണ്. പക്ഷെ പാടാൻ ധൈര്യമില്ല. കാര്യം അതെനിക്ക് അപ്രാപ്യമായിട്ടുള്ള ഒരു ശൈലിയായിട്ട് തോന്നും. മുഹമ്മദ് റാഫി സാബ് ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ആ ശൈലിയും എനിക്ക് അടുക്കാൻ ഭയമാണ്. കുറച്ചുകൂടെ അടുക്കാൻ ഇഷ്ടം അല്ലെങ്കിൽ ധൈര്യം തോന്നിയിട്ടുള്ള SPB സാറിൻ്റെയാണ്. പിന്നെ ഈ അന്യഭാഷകളിലൊക്കെ പാടിയോ? അത് അതിന്റെ വിവരങ്ങളൊന്നും എവിടെയും അന്യഭാഷകളിൽ പാടിയ പാട്ടുകളൊന്നും അത്ര പോപ്പുലർ അല്ല. എനിക്ക് ഹിറ്റായിട്ടുള്ള ഒരു അതർ ലാംഗ്വേജ് സോങ് എനിക്കില്ല. ഞാൻ തമിഴിൽ ചില സിനിമകൾ പാടിയിട്ടുണ്ട്. അതൊക്കെ പുതിയ സംഗീത സംവിധായകരൊക്കെയാണ് പലപ്പോഴും. അവരുടെയൊക്കെ പാട്ടുകൾ നമ്മുടെ കീരവാണി സാറിൻ്റെ ഒരു ബ്രദർ SS നാഗ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക്കിലൊരു തമിഴ് സിനിമ പാടി. അതുപോലെ അച്ചു രാജാമണിയുടെ മ്യൂസിക്കിലൊരു തമിഴ് സിനിമ പാടി.
അതൊന്നും അങ്ങനെ പോപ്പുലറായില്ല, വെളിച്ചം കണ്ടിട്ടില്ല പാട്ടുകൾ. എൻ്റെ കയ്യിൽ തന്നെ ആ പാട്ടുകളില്ല. പിന്നെ തമിഴിൽ പാടിയിട്ടുള്ളത് അയ്യപ്പ ഭക്തിഗാനങ്ങൾ പാടിയിട്ടുണ്ട്, ക്രിസ്ത്യൻ ഡിവോഷണൽസ് പാടിയിട്ടുണ്ട്. ഇതൊന്നും അങ്ങനെ യൂട്യൂബിലൊന്നും. തമിഴ് ഡിവോഷണൽസ് ഏതൊക്കെയുണ്ട്, അതുപോലെ കന്നഡത്തിൽ പാടിയതും ഡിവോഷണൽസ് ആണ്. സംസ്കൃതം പാടിയിട്ടുള്ളത് ഇതുപോലെ സംസ്കൃത ഭാരതിയുടെ ചില പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. അതൊക്കെ ഉള്ളൂ. അല്ലാതെ ഞാൻ അധികം എനിക്ക് അതർ ലാംഗ്വേജസ് പാടാനുള്ള ഭാഗ്യം കിട്ടില്ല. ഇപ്പോൾ ഞാനൊരു തമിഴ് പാട്ട് പാടിയിട്ടുണ്ട്. അത് പക്ഷേ ഒരു പുതിയ കാലത്തിൻ്റെ ഒരു സംഭവമാണ്, ഹരിഹര വീരമല്ലു. അതിൻ്റെ 2 വെർഷൻസിൽ ഞാൻ പാടിയിട്ടുണ്ട്. മലയാളത്തിലും പാടി, തമിഴിലും പാടി. മലയാളത്തിലൊരു പാട്ട് പാടി, മലയാളത്തിൽ 2 പാട്ടുകൾ പാടി സത്യത്തിൽ. ഒരു പാട്ട് എൻ്റെ ശബ്ദത്തിലും, ഒരു പാട്ട് അതിൽ ഹീറോ പവൻ കല്യാണിൻ്റെ ശബ്ദത്തിൽ AI ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതേ പാട്ട് തമിഴിൽ ഞാനാണ് പാടിയത്. അതും അദ്ദേഹത്തിൻ്റെ വോയിസിൽ AIയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്നത് പെർഫോംഡ് ബൈ സുദീപ് കുമാർ, വോയിസ് പവൻ കല്യാണെന്ന്. അങ്ങനെ ഒരു കാലത്ത് കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കുറേ നേരം നമ്മളിങ്ങനെ ചർച്ചിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, ഒരു പാട്ട് പാടണല്ലോ. ഏത് പാട്ടാണെന്ന് പറഞ്ഞാൽ ചെമ്പകപ്പൂങ്കാട്ടിലെ പാടാം. എനിക്ക് ഭയങ്കര എൻ്റെ പേഴ്സണൽ ഫേവറേറ്റിലൊരു പാട്ടാത്. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ, എൻ്റെ കരൾ കൊമ്പിളിൻ ചാറ്റുമഴച്ചോലയിൽ വന്നു പൂത്തുലഞ്ഞിടുമോ ചൊല്ലാതിരേ ചെന്താമരേ. അപ്പൊ എനിക്ക് ഭയങ്കര രസമാണ് ആ ചൊല്ലാതിരേ. അത് ഓരോ ചെന്താമരയും ഓരോന്നായിട്ടാണ് കമ്പോസ് ചെയ്യുന്നത്. ചെന്താമരയുണ്ട്, ചെന്താമരേ, അങ്ങനെ പല ഓരോ വേരിയേഷൻസ് ആണ്. ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആ പാട്ട്. എത്ര വട്ടം കേട്ടാലും നമ്മളിങ്ങനെ കേൾക്കാൻ തോന്നുന്ന ഒരു സാധനം ആ പാട്ടിലുണ്ട്. ഈ പറഞ്ഞ പോലെ രത്നനിർവേദത്തിന്റെ ആദ്യ പതിപ്പിലെ പാട്ടുകൾ സത്യത്തിൽ ദേവരാജൻ മാസ്റ്ററുടെ പോപ്പുലർ ഹിറ്റ്സിന്റെ കൂട്ടത്തിൽ വരുന്നില്ല. കാലം കുഞ്ഞു മനസ്സിൽ ചായം പൂശി, അതുപോലെ തന്നെ അതിനകത്ത് തിരുതിരുമാരൻ കാവിൽ, തിരുതിരുമാരൻ കാവിൽ ആദ്യ വസന്തം കൊടിയേറി, കേട്ടിട്ടുണ്ടോ? ചമഞ്ഞൊരുങ്ങി അണിഞ്ഞൊരുങ്ങി കളമെഴുത്തു പാട്ടിൻ്റെ കഥ തുടങ്ങി. അതിൻ്റെ ലിറിക്സ് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട് കേട്ടോ. അത് കാവാലം സാറാണ് എഴുതിയിരിക്കുന്നത്. അത് ഇതുപോലെ തന്നെ മനോഹരമായൊരു പാട്ടാണ്. പിന്നെ അതിലൊരു മൗനം തളരും തണലിൽ, അത് ജയഭാരതി മാഡം മരിച്ചു പോകുന്ന സീനിലുള്ള. എല്ലാ പാട്ടുകളും അത്യപാരം പാട്ടുകളാണ്. പക്ഷെ അത് ഒന്നും അത്ര പോപ്പുലറായിട്ടില്ല. ഈ പുതിയൊരു നിർവ്വാഹത്തിൽ ജയൻ ചേട്ടൻ ഉണ്ടായിരുന്നൊരു ചലഞ്ച്, ഇത്രയും മനോഹരമായ പാട്ടുകളുള്ളൊരു സിനിമ വീണ്ടും വരുമ്പോൾ അതിലെ പാട്ടുകൾ നന്നായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അതിൽ ഈ പുതിയ നിർവ്വാഹത്തിലെ പാട്ടുകളും അതിഗംഭീരമായിട്ട് ചെയ്തു. അതിൽ മധുമാസ മൗനരാഗം എന്ന് പറയുന്ന പാട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് അതാണ്. ഏറ്റവും സന്തോഷം ശ്രേയാജിക്കും എനിക്കും 2 പേർക്കും ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ആ സിനിമയിലെ പാട്ടുകൾക്ക് കിട്ടി. അതപ്പോൾ ആ പാട്ടുകൾ അത്രയും നന്നായിട്ട് അദ്ദേഹം കമ്പോസ് ചെയ്തുകൊണ്ടാണ്. ശ്രേയാജിയുടെ കൂടെ ഒരുമിച്ച് പാടിയ ഇത് പറഞ്ഞ പോലെ ഇപ്പം പല രീതിയിലാണല്ലോ പാട്ടുകൾ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നത് ശരിയില്ല. എന്നാലും ചോദിക്കാണ്, ഒരുമിച്ച് പാടിയിട്ടുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ, ഒരിക്കലും ഒന്നിച്ച് പാടിയിട്ടേ ഇല്ല. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പൊ പഴയ പോലെ ഞാനെപ്പോഴും പറയാറുണ്ട്, എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ശ്രേയാ ഘോഷാൽ എന്ന് പറഞ്ഞ പാട്ടുകാരി ഇന്ത്യ മുഴുവൻ എല്ലാ ഭാഷകളിലും വലിയ ഹിറ്റുകൾ സമ്മാനിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മലയാളത്തിലേക്ക് അവർ വരുന്നു. ആദ്യമായിട്ട് അവരുടെ കൂടെ മലയാളത്തിൽ അവർ വരുന്നു. മലയാളത്തിൽ ആദ്യമായിട്ട് ശ്രേയ ഘോഷാൽ പാടുന്നു. അത് ഒരു സോളോ ഉണ്ട് ആ സിനിമയിൽ, പിന്നെ ഒരു ഡ്യുവറ്റ് ഉണ്ട്. ശരിക്കും 2 സോളോ ആയിട്ട് പ്ലാൻ ചെയ്തത്. പക്ഷെ ഒരു സോളോ എന്നുള്ളത് പിന്നീട് അതൊരു ഡ്യുവറ്റ് ആക്കാൻ തീരുമാനിച്ചപ്പോൾ അന്ന് എനിക്ക് ലോട്ടറി അടിച്ചു. ആദ്യത്തെ ലോട്ടറി. അത് ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത റെക്കോർഡായിട്ട് അവിടെ കിടക്കും. ശ്രേയ ഘോഷാലിൻ്റെ കൂടെ ആദ്യത്തെ മലയാളം ഡ്യുവറ്റ് പാടാൻ ഭാഗ്യം കിട്ടിയ ആളെന്നുള്ളത് അവിടെ എന്നും എനിക്കൊരു മാർക്കായിട്ട് ഭാഗ്യമായിട്ട് കിടക്കും. പിന്നെ അതിനുശേഷം രണ്ടാമത് മറ്റൊരു മനോഹരമായ പാട്ട് പാടാൻ പറ്റി. നിലാവേ നിലാവേ നീ മയങ്ങല്ലേ, കിനാവിൽ കിനാവാൽ നീ തലോടില്ലേ, പ്രണയരാമഴയിൽ ഈ പവിഴമല്ലിക തൻ നിറമിഴികൾ തഴുകൂ, വെണ്ണിലാവേ നിലാവേ നീ മയങ്ങല്ലേ. ചട്ടക്കാരി. ആ പാട്ട് എഴുതിയത് രാജീവ് ആലിംഗലാണ്. ആദ്യത്തെ പാട്ട് ഗിരീഷേട്ടനാണ്. അപ്പോൾ ഈ പാട്ടുകൾ രണ്ടും റെക്കോർഡ് ചെയ്തത് ഷയാജി മുംബൈയിലും ഞാൻ ചെന്നൈയിലുമാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ
കൊണ്ടുവരാൻ വരുന്നത്. പിന്നെ ആർക്കും അറിഞ്ഞുകൂടാത്തൊരു പാട്ടിനകത്ത് ഞങ്ങൾ തമ്മിലുണ്ട്, ഒന്നിച്ചിട്ടുണ്ട്. അതൊരു കഷ്ണം മാത്രമാണ്. അത് കളിമണ്ണിലാണ്. കളിമണ്ണിലൊരു ശലഭമായുയരുവാൻ, അതിൻ്റെ ഓഡിയോയിൽ ഞാൻ പാടിയത് ഇല്ല. പക്ഷെ യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ, ആ പാട്ടിന്റെ തുടക്കത്തിലെ 4 വരി എൻ്റെ വോയിസിലാണ്. പറയാൻ കൊതിച്ചൊരെൻ്റെ വാക്കിൽ നീ നുകരാൻ തേൻ തുളുമ്പിയോ, പറയുമറിയ മൊഴികൾ മധുരമായി. അങ്ങനെ വളരെ ഇങ്ങനെ ഒരു തൂവലുകൊണ്ട് തൊടുന്ന പോലെയുള്ള ഈണവും ONV സാർ എഴുതിയ പാട്ടാണ്. ലിറിക്സ് തെറ്റിച്ച് പാടിയ ONV സാറിൻ്റെ ആത്മാവ് പൊറുക്കില്ല, അതുകൊണ്ടാണ് ഞാൻ തന്നെ പാടുന്നത്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ അങ്ങനെ ഒരുപാടുണ്ടല്ലോ. നമ്മൾക്ക് നമ്മുടെ തലമുറയിൽപ്പെട്ടവർക്ക് ഭാഗ്യമാണ് കിട്ടാതെ പോയ ചില ഭാഗ്യങ്ങൾ എന്ന് പറയുന്നത്. അല്ല, അദ്ദേഹത്തിന്റെ കാലത്ത് നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റിയെന്ന് പറയുന്നത് ഒരു ഭാഗ്യം. ഞാൻ പറഞ്ഞു, ONV സാറിനെ പോലുള്ള പാട്ട് പാടാൻ കിട്ടിയ ഭാഗ്യത്തോടൊപ്പം കിട്ടാതെ പോയ ഭാഗ്യമാണ് വയലാർ സാറിന്റെ വരികൾ, അല്ലെങ്കിൽ P. ഭാസ്കരൻ സാറിന്റെ വരികൾ. ഇതൊന്നും പാടാനുള്ള ഭാഗ്യം ഞങ്ങളുടെ ജനറേഷൻപ്പെട്ട പാട്ടുകാർക്ക് കിട്ടിയിട്ടില്ല. എന്റെ ഭാഗ്യത്തിന് എന്റെ തുടക്കം യൂസഫ് അലി സാറിന്റെ. പക്ഷേ ദേവരാജൻ മാസ്റ്ററെ പോലെയുള്ള വലിയ ഒരു സംഗീതജ്ഞന്റെ അടുത്ത് പോകാൻ പറ്റിയില്ലേ, ആ ഒരു ഭാഗ്യം. അതിന് പകരം വെക്കാൻ വേറൊന്നുമില്ല. കാര്യം അതിനപ്പുറത്തേക്ക് ഇനി ഒന്നും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ ശിഷ്യരായിട്ട് വന്നിട്ടുള്ള എല്ലാവരും പറയുന്ന വാചകങ്ങൾ തന്നെയാണ്. ഒരിക്കൽ ജോൺസൺ മാസ്റ്റർ ഒരു വേദിയിൽ പറഞ്ഞു, ഐ എം ജോൺസൺ, എനിക്ക് 2 നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, എനിക്ക് ഇത്ര സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഐ ഹാവ് ഡൺ അബൌട്ട് 300 ഫിലിംസ് ആൻഡ് ഇതെല്ലാം പറഞ്ഞിട്ട് പറയാണ്. ഞാൻ എൻ്റെ പുരസ്കാരങ്ങളുടെ ഈ വലിപ്പം അനുസരിച്ച് പറയാമെന്ന് പറഞ്ഞാൽ പറഞ്ഞത്, ഐ എം ജോൺസൺ, 300 മോർ ദാൻ 300 ഫിലിംസ് ഇൻ മലയാളം, വോൺ സ്റ്റേറ്റ് അവാർഡ്സ്, വോൺ 2 നാഷണൽ അവാർഡ്സ്, ഡിസൈപ്പിൾ ഓഫ് ജി ദേവരാജൻ. അതാണ് ഏറ്റവും മുകളിൽ എന്ന് പറഞ്ഞ പോലെ ഞാനിനി എന്തൊക്കെ ഇവിടെ മലമറിച്ചാലും അതൊന്നും ഒന്നുമല്ല. എൻ്റെ എല്ലാ മേളിലൊരു കാര്യമായിട്ട് നിൽക്കുന്നത് ജി ദേവരാജൻ എന്ന മഹാന്റെ ശിഷ്യൻ എന്നുള്ളതാണ്. അഞ്ച് ഗായകരെയല്ലേ ദേവരാജൻ മാഷ്? അവരാരൊക്കെയായിരുന്നു സുധിപ്പെട്ടത്? അന്ന് വിധു പ്രതാപ്, വിജേഷ് ഗോപാൽ, ഡോക്ടർ രശ്മി, സിസ്റ്റർ ജൂലി. സിസ്റ്റർ ജൂലി എന്ന് ഇപ്പം പറയുന്നത് ഇപ്പോൾ സിസ്റ്ററാണ്, അതുകൊണ്ടാണ്. അന്ന് ജൂലി സെമിനാരിയിലൊക്കെ പോകുന്നതിന് മുമ്പാണ് മാസ്റ്റർ എടുത്ത് തരുന്നത്. ഞങ്ങൾ 5 പേരുടെ കൂട്ടത്തിൽ മാസ്റ്റർക്ക് പ്രത്യേക വാത്സല്യം ഉണ്ടായിരുന്ന ആളാണ് ജൂലി. കാര്യം ഏറ്റവും ജൂനിയർ ആയിരുന്നു എന്നുള്ളതിനേക്കാൾ ജൂലിയുടെ ശബ്ദം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ ശ്രേയ ഘോഷാലിൻ്റെ ശബ്ദമൊക്കെ കേട്ട് നമ്മളിങ്ങനെ കൊതിക്കുന്നത് പോലെ അത്ര രസമുള്ള ശബ്ദമായിരുന്നു ജൂലിയുടെ. മാസ്റ്റർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. ജൂലിക്ക് പക്ഷേ വേറൊരു ആഗ്രഹമായിരുന്നു. ഇങ്ങനെ ഇപ്പോൾ പാടുന്നുണ്ട്, പക്ഷേ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് ആണ് പാടുന്നത്. എന്നെ ഒരു ഏകദേശം ഒരു 3-4 മാസം മുമ്പ്, 3-4 മാസമല്ല, എന്നെ ഒരു 1-2 വർഷം മുമ്പ് ഒരു സ്റ്റുഡിയോയിൽ, നമ്മുടെ ഗീതം സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയർ ജിൻഡോ ഒരു ദിവസം ഒരു പാട്ട് പ്ലേ ചെയ്ത് കേൾപ്പിച്ചു, ക്രിസ്ത്യൻ ഡിവോഷണൽ കേൾപ്പിച്ചിട്ട് ചോദിച്ചു, ഇത് ആരുടെ ശബ്ദമാണോ എന്ന് പറയാമെന്ന് ചോദിച്ചു. ഞാൻ കുറച്ച് മുമ്പ് കണ്ണടിച്ചിട്ട് ഞാൻ ചോദിച്ചു, ജൂലിയുടെ ശബ്ദമല്ലേ? ഞെട്ടിപ്പോയി. എങ്ങനെ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു. കാര്യം ഇവിടെ ഒരു അങ്കമാലിയിലെ ഒരു മഠത്തിലെ ഒരു സിസ്റ്ററാണ് പാടിയത്, എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് ദേവരാജൻ മാസ്റ്റർ ശിഷ്യയാണ്, എൻ്റെ കൂടെ ഒന്നിച്ചിരുന്ന് പാട്ട് പഠിച്ച ആളാണ്. ആ ശബ്ദം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, അത്ര കണ്ട് എൻ്റെ കാതിലുണ്ട് ജൂലിയുടെ ശബ്ദം. അതുപോലെ രശ്മി ഒരു വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള പാട്ടുകാരിയായിരുന്നു. എന്നല്ല, ആണ്. പക്ഷേ രശ്മി ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്, ഡോക്ടറാണ്. അന്ന് മാസ്റ്റർ അടുത്ത് പഠിച്ചിരുന്നത് 4 പേരും 4 വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണ്. വിജേഷ് ഗോപാൽ ഒരു എഞ്ചിനീയറാണ്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ വരുന്നത്. ഞാൻ LLB ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് മാസ്റ്റർ അടുത്ത് ചെല്ലുന്നത്. രശ്മി MBBS കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എഞ്ചിനീയറും ഡോക്ടറും വക്കീലും ഉണ്ട്. പിന്നെ വിധു വന്ന് ഡിഗ്രി അല്ല, പ്രീ ഡിഗ്രി മറ്റേ കഴിഞ്ഞിട്ടുള്ള സമയമാണ്, ഡിഗ്രി ഫസ്റ്റ് ഇയറോ മറ്റാണ്. അപ്പോൾ അങ്ങനെ പല ആളുകളാണ്. ഒരാൾ ഇപ്പോൾ സെമിനാരി, പലരും പല ഇതിലുള്ള ആളുകളാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ദേവരാജൻ മാസ്റ്റർ കണ്ടെത്തിയ എല്ലാവരുടെയും ടാലൻറ്റിനെ കുറിച്ച് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാര്യം അത്ര കണ്ട് സംഗീതത്തിൽ ടാലൻ്റ് ഉണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയവരെ തന്നെയാണ് അദ്ദേഹം പഠിപ്പിച്ചത്. പിന്നെ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടോ നമ്മുടെ എന്താ പറയുക പ്രാക്ടീസിൻ്റെ കുറവുകൊണ്ടോ ഒക്കെ നമുക്ക് തെറ്റുകൾ സംഭവിക്കും. സ്റ്റേജിലാണെങ്കിലും റെക്കോർഡിങ്ങിലാണെങ്കിലും അവസരത്തിനൊത്ത് നമ്മൾ ഉയർന്നില്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, എൻ്റെ കുറ്റം അല്ലെങ്കിൽ നമ്മുടെ കുറ്റമെന്നേ ഞാൻ പറയുള്ളൂ. അദ്ദേഹത്തിനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഇവരെല്ലാവരും തന്നെ നാളെ ഒരു കാലത്ത് മലയാള സിനിമാ സംഗീത രംഗത്ത് അല്ലെങ്കിൽ ലളിത സംഗീത രംഗത്ത് എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്യാൻ കഴിവുള്ളവരാണ് എന്ന് പറഞ്ഞാണ് അവതരിപ്പിച്ചത്. അപ്പോൾ അതിൽ വിധുപ്രതാപിനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഞങ്ങളുടെ ജനറേഷനിലെ ഏറ്റവും ശ്രുതിശുദ്ധമായി പാടുന്ന ഒരു പാട്ടുകാരാണ്. പിന്നെ വെർസറ്റൈലായിട്ടുള്ള ഒരു ശൈലി വിധുവിനുണ്ട്.
ഇപ്പം ഫാസ്റ്റ് നമ്പേഴ്സ് ആണെങ്കിലും മെലഡി ആണെങ്കിലും എല്ലാം, അതുപോലെ സ്റ്റേജിലാണെങ്കിലും ഇത്രയും സക്സസ്ഫുള്ളായ ഒരു പാട്ടുകാരനാണ്. വിജേഷിനെ സംബന്ധിച്ച് വിജേഷ് ഉഗ്രനൊരു വയലിനിസ്റ്റ് കൂടിയാണ്. കർണാട്ടിക് വയലിൻ വായിക്കും, പിന്നെ ഒരു ബെസ്റ്റ് ടീച്ചറാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ കമ്പോസിങ്ങിൻ്റെ ടാലൻറ്റ് കിട്ടിയിട്ടുള്ളതും വിജേഷിനാണ്. മാസ്റ്ററുടെ പാട്ടുകൾ പോലെ എന്നാൽ അനുകരണമെന്നല്ല, അതുപോലെ മ്യൂസിക്കൽ ബ്രില്യൻസ് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള പാട്ടുകളാണ് വിജേഷ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. വിജേഷിൻ്റെ മ്യൂസിക്കിൽ ഞാൻ പാടിയിട്ടുണ്ട്. അതൊരു വലിയ ടാലൻ്റാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് വേറൊരു ചോദ്യം. അന്ന് ദേവരാജൻ മാസ്റ്റർ ഞങ്ങളെ അവതരിപ്പിച്ച പരിപാടിയിൽ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു മാസ്റ്ററുടെ. അന്ന് ഞങ്ങളെ എല്ലാവരും അവതരിപ്പിക്കുന്ന പരിപാടി നടന്നത് 2001 ജനുവരി 1-ാം തീയതി ടാഗോർ തിയേറ്ററിലാണ്, തിരുവനന്തപുരത്ത്. ടാഗോർ തിയേറ്ററിൽ ആ വേദിയിൽ സ്വാഗതം പറഞ്ഞത് ദേവരാജൻ മാസ്റ്ററാണ്. അപ്പോൾ സ്വാഗതം പറഞ്ഞപ്പോൾ ഓഡിയൻസിൽ ONV സാറ്, ശ്രീകുമാരൻ നമ്പി സാറ്, അന്നത്തെ പ്രമുഖരായിട്ടുള്ള തിരുവനന്തപുരത്തെ എല്ലാ ആളുകളും, ജയകുമാർ സാറ്, പിന്നെ പെരുമ്പാവൂർ രവീന്ദ്ര സാറ്, രമേശ് നാരായൺ സാർ, പിന്നെ അങ്ങനെ സംഗീത രംഗത്തുള്ള മാസ്റ്റർ വിളിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ ഇരിക്കുന്ന സദസ്സിലാണ് മാസ്റ്റർ പറയുന്നത്, ഞാൻ എൻ്റെ 5 ശിഷ്യരെ ഇന്നിവിടെ അവതരിപ്പിക്കുകയാണ്. ഇന്നത്തെ കാലത്തെ ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഇവർക്ക് വ്യത്യസ്തങ്ങളായ പാട്ടുകൾ പാടി വളർന്നു വരാനുള്ള അവസരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ സിനിമകൾക്കായി ചെയ്ത വിവിധ ഭാവങ്ങളിലുള്ള വിവിധ ശൈലികളിലുള്ള പാട്ടുകൾ ഇവരെ ഞാൻ കുറച്ച് കാലങ്ങളായി പഠിപ്പിച്ചു വരുന്നു. ഈ ഗാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത പാട്ടുകൾ ഇന്നിവിടെ ഈ വേദിയിൽ ഇവരെ അവതരിപ്പിക്കും. ഇവരെ നിങ്ങൾ സ്വീകരിക്കണം. ഇവരുടെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഇവർ മലയാള സിനിമയിലോ സംഗീത രംഗത്തോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ വരാൻ സാധ്യതയുള്ളവരാണ്. പക്ഷേ എൻ്റെ ആശങ്ക എന്നാണോ സങ്കടം എന്നാണോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒന്നേ ഉള്ളൂ, ഇവർ നാളെ പാടാൻ കൂടുതൽ പ്രാപ്തരാകുന്ന കാലത്ത് ഇവർക്ക് പാടാൻ മലയാള സിനിമയിൽ പാട്ടുകൾ ഉണ്ടാവില്ല എന്ന് 25 വർഷം മുമ്പ് അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം ആഗ്രഹിക്കുന്ന തലത്തിലുള്ള പാട്ടുകൾ ഇന്ന് ഈ സിനിമയിലില്ല. പക്ഷേ ഞങ്ങളെല്ലാവരും ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, മറ്റ് നമ്മുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹവും ഈ പറഞ്ഞ പോലെ ഇതിലൊക്കെയുള്ള നന്മയോ അല്ലെ ഇതിൻ്റെയൊക്കെ ഗുരുത്വമൊക്കെ മനസ്സിലാക്കുന്ന ആസ്വാദകരുള്ളത് കൊണ്ടും ഇന്നും സംഗീതം കൊണ്ട് ജീവിക്കുന്നു. ഈ രംഗത്ത് വലിയ കുഴപ്പമില്ലാതെ. മാസ്റ്ററുടെ പാട്ട് ഞാൻ പാടിക്കാതെ പോയാൽ ചിലപ്പോൾ അതൊരു അല്ലേ, അത് മാസ്റ്ററുടെ എല്ലാ പാട്ടുകളും എനിക്ക് അത്ര കണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന പാട്ടുകളാണ്. പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന എപ്പോഴും ആദ്യം പാടുന്ന ഒരു പാട്ട് ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി, എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി, എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ.